നമസ്കാരം. ഈ പട്ടി കടിച്ചാൽ ഉള്ള ദോഷഫലങ്ങൾ, പ്രത്യേകിച്ച് വിഷബാധയുള്ള പട്ടി, ഏത് പട്ടിക്ക് വിഷമുണ്ടെന്നൊന്നും ആർക്കും അറിയാനൊക്കത്തില്ല. ഈ പട്ടികളെ കൺട്രോൾ ചെയ്യേണ്ടത് ആരാണിത്? ഒന്നി പൊതുജനം ചെയ്യണം, അല്ലെങ്കിൽ പഞ്ചായത്ത് തൊട്ട് കോർപ്പറേഷൻ തൊട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ വരുന്ന കാര്യങ്ങളാണ്. ലീഗലായിട്ട് പട്ടിയെ കൊല്ലാൻ പാടില്ല. പട്ടിയെ കൊല്ലുന്നത് നല്ലതല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ലൂയി പാസ്റ്റർ, അദ്ദേഹം നേരിൽ കണ്ട് ആളുകൾ മരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുക്കിയതുപോലെ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ പേവിഷബാധയ്ക്ക് വാക്സിൻ കണ്ടുപിടിച്ചതും അത് ലോക പ്രശസ്തിയായി ഇന്നത് കൊടുക്കുന്നത്. ഇതെങ്ങനെയാണ് പകരുന്നത്? ഇത് വിഷബാധ പട്ടിയിലാണെങ്കിൽ തന്നെയും മറ്റ് മൃഗങ്ങളിലേക്ക് പകരാം. അപ്പോൾ മറ്റു മൃഗമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡിക്ഷണറിയിൽ മനുഷ്യനെ പറ്റി പറഞ്ഞിരിക്കുന്നത് മാൻ ഈസ് എ ഡെവലപ്ഡ് ആനിമൽ, ഇത്രയേ ഉള്ളൂ. അത് നമ്മളും ആനിമലാണ്. അപ്പോൾ ഈ ആനിമൽക്കുണ്ടാകുന്ന വിഷബാധ ഏത് മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ മനുഷ്യനോ ഈസിയായിട്ട്, പക്ഷേ ഇത് നമ്മളാരും അറിയത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വൈറസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും വളരുന്നതും ബ്രെയിനിലാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അറിയത്തില്ല. 1-2 ചില ആൾക്ക് 1 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഇതിൻ്റെ സിംറ്റംസ് കാണിക്കാം. പക്ഷേ ഇത് അതുവരെയുള്ളതൊന്നും ഒരു നോർമൽ ലൈഫാണ്. പക്ഷേ ഇവർ ആരെല്ലാമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതോ ഒന്നും നമുക്കറിയത്തുമില്ല. കാരണം ഇതെല്ലാം വരുന്നത് സലൈവയാണ്. സലൈവ എന്ന് പറഞ്ഞാൽ നമ്മൾ വായുടെ തുപ്പൽ അല്ലെങ്കിൽ ആളുവ അല്ലെങ്കിൽ എന്ന് പറയും. അതിൽ നിന്നാണ് ഇത് മെയിനായിട്ട് പകരുന്നത്. ഇത് പട്ടികൾക്ക് വരാം, പശുക്കൾക്ക്, മൃഗങ്ങളിൽ പശു, കാളയ്ക്ക്, ഇതിനെല്ലാം വരാം, എല്ലാ മൃഗങ്ങൾക്കും വരാം. പക്ഷേ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. ഇപ്പോൾ ആൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ഈ പട്ടികളോട് വിരോധമുള്ള ആളല്ല, പട്ടികളെ സ്നേഹിക്കുന്ന ആളാണ്. എല്ലാ ദിവസവും ഞാൻ 10-25 പട്ടികൾക്ക് ഫുഡും കൊടുക്കുന്നതാണ് മിനിമം. പക്ഷേ ഈ വളർത്ത് പട്ടികളെ തന്നെയാണ് സ്ട്രീറ്റ് ഡോഗായിട്ട് മാറി വരുന്നത്. അങ്ങനെ സ്ട്രീറ്റ് ഡോഗ് എന്ന് പറഞ്ഞ ഡോഗ് ഇല്ല. ആൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓമന കൊച്ചുങ്ങൾ വളർത്തുന്നത് പോലെ അതിന് പാലും ഇതുമെല്ലാം കൊടുത്ത് വളർത്തിയിട്ട്, പ്രത്യേകിച്ച് ഈ സിറ്റി ഏരിയകളിൽ വീട് മാറുമ്പോഴത്തേക്ക് ഈ ഓമന മൃഗങ്ങളെ, പൂച്ചയെ പട്ടി ഉണ്ടെങ്കിൽ അവരെടുത്ത് കളഞ്ഞിട്ടങ്ങ് പോകും. പിന്നെ അതിന് നിർവാഹം എങ്ങനെ, പിന്നെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാറണം ഒന്നും അറിയത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിൽ നല്ല മെജോറിറ്റിയും ആളുകൾ ഓടിക്കടിക്കുന്നതല്ല, ഈ പട്ടികളെ ഉപദ്രവിക്കുമ്പോഴത്തേക്ക് അത് തിരിച്ച് പ്രതികരണമാണത് അവർ ചെയ്യുന്നത്. പക്ഷേ ഇതിനെല്ലാം ഒരു പ്രതിവിധി വരുത്തിയില്ലെങ്കിൽ ഇതിങ്ങനെ മരണങ്ങളിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിങ്ങളാരെങ്കിലും ഒന്ന് പോയിട്ട് ഈ പേപ്പട്ടി വിഷം ബാധിച്ചിട്ടുള്ള അതിന് പ്രത്യേക സെല്ലുകൾ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ, അറ്റൻഡ് ചെയ്യുന്ന പ്രത്യേക രീതിയിൽ, എല്ലാം ഗ്ലൗസ് ഇതുപോലെ അവരുടെ പ്രിക്കോഷൻസ് എല്ലാം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അവരുടെ അടുത്ത് പോലും പോകത്തില്ല. നമുക്കൊരു വലിയ ദയനീയവും പരിതാപകരവുമാണ്. അവർ പട്ടി കുരയ്ക്കുന്നത് പോലെ കുരയ്ക്കും, അതുപോലെ ആക്ട് ചെയ്യും. ഇതെല്ലാം ചെയ്യാൻ നമുക്ക് കണ്ടു നിൽക്കാനൊക്കത്തില്ല. ഒരു വലിയ ദയാനകമായിട്ടുള്ളൊരു സീനാണ്. നിങ്ങളാരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു സെല്ല് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൃഗങ്ങളെ ഒറ്റപ്പെടുത്താതെ ഇതിന് സെൻറ്റേഴ്സ് ഉണ്ടാക്കി കൊടുക്കണം നമ്മളെല്ലാവരും പറയുകയും ചെയ്യും. ഇതിന് ഗവൺമെൻറ് എന്താണ് ചെയ്യാവുന്നത്? അവർ ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ സംരക്ഷിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അത് മേനകാ ഗാന്ധിയാണ് പറഞ്ഞ് ഇതിനെ കൊല്ലാൻ പാടില്ല. അത് സംഗതി ശരിയാണ്. കാരണം സ്ട്രീറ്റ് ഡോഗ്സ് കൊണ്ട് എത്രയോ മനുഷ്യനെ അവർ രക്ഷിക്കുന്നു, എത്രയോ കേസുകൾ അവർ പിടിക്കുന്നു. ഒന്നും വേണ്ട, നമ്മുടെ ഈ തെളിയാത്ത കേസുകൾ ഇപ്പം തന്നെ ദുരന്തം വന്നിട്ട് അവർ ഡോഗ്സിനെയല്ലേ കൊണ്ടുവന്നത്, കടാവർ ഡോഗ്സിനെയാണ് കൊണ്ടുപോകുക. കടാവർ ഡോഗ് എന്ന് പറഞ്ഞാൽ, കടാവർ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി, ശവശരീരത്തിനെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയും കഴിവും അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല പട്ടി നിസ്സാരക്കാരനല്ല, നമ്മുടെ ലൈഫ് തന്നെ അവർ സേവ് ചെയ്യും. ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ പട്ടിയെ വളർത്തിക്കഴിഞ്ഞാൽ എഴുജന്തുക്കൾ വന്നു കഴിഞ്ഞാൽ അവൻ വാൺ ചെയ്യും. നമ്മളതിനെ ചവിട്ടാൻ പോയി കഴിഞ്ഞാൽ അവൻ ആദ്യമേ അതിനെ കയറി പിടിക്കും. അതുവരെ അവനറിയാം ഇത് വിഷജന്തുവാണെന്നുള്ളത്. പിന്നെ കള്ളന്മാരുടെ ഏറ്റവും വലിയൊരു ശത്രുവാണിത്. വളരെ അതായത് അവർക്ക് ഏകദേശം 5 കിലോമീറ്റർ ദൂരമുള്ള കാര്യങ്ങൾ തന്നെ അവർക്ക് ശ്രവിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഘ്രാണശക്തിയുമുണ്ട്, മണം പിടിക്കാൻ എടുക്കാൻ ശക്തിയുള്ളൂ. യഥാർത്ഥത്തിൽ ഇപ്പം ഉദാഹരണം, ഈ റെജിമെൻ്റ് എല്ലായിടും ഉണ്ട്, ഡോഗ് റെജിമെൻ്റ് ഇല്ലാത്തതില്ല. പോലീസിനുണ്ട്,
പിന്നെ മിലിറ്ററിക്കുണ്ട്, അതുപോലെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഉണ്ട്. ഈ കഞ്ചാവ് അതുപോലുള്ള കള്ളക്കടത്ത് എല്ലാം ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളിൽ നിന്ന് പിടിക്കുന്ന പട്ടികളല്ലേ. അവർക്ക് ഏകദേശം പട്ടിയെ റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനെയാണ്, ഏകദേശം ഒരു 200-250 ആംഗ്യ ഭാഷ അവർക്കറിയാം. മനുഷ്യന് പോലും അത്രയും അറിയത്തില്ല. അതുപോലെ തന്നെ ഈ നമ്മൾ പറയുന്ന വാക്കുകൾ അവർ പെട്ടെന്ന് തന്നെ പിടിക്കും. ഒരു കാര്യം ഒറ്റ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കും. അത്രയ്ക്ക് നല്ല ബുദ്ധിയുള്ള ജീവികളാണ് അവർ. അങ്ങോട്ട് ഓടിപ്പോയി കഴിക്കുന്ന പ്രശ്നം അവർക്കില്ല. പക്ഷെ അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും. അപ്പം ഞാൻ തന്നെ തമാശയെങ്കിലും എൻ്റെ പല പോലീസ് ഓഫീസേഴ്സ് ഇവിടെ വരും. ഞാൻ പറയും, സാറേ ഇത് എങ്ങനെയാണിത്? ഈ ഡോക്ടർ അവർക്ക് ഭയങ്കര ബുദ്ധിയല്ലേ, നമ്മളല്ലേ കേസ് പിടിക്കുന്ന അവരല്ലേ. അപ്പോൾ നമ്മളേക്കായി ബുദ്ധിയാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മളവർക്ക് സല്യൂട്ടും കൊടുത്താണ് രാവിലെ എണീപ്പിച്ച് ഇവർക്ക് ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് വരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമാനായിട്ടുള്ള പട്ടികളെയാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ സൂക്ഷിക്കാതെ റോഡിലിറക്കി വിട്ട് പൊതുജന ദ്രോഹം തന്നെയാണത്. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ തന്നെ താമസിക്കുന്ന ട്രിവാൻഡ്രം സിറ്റിയിലാണ്. അപ്പോൾ ഒരിക്കൽ എനിക്കെതിരായിട്ട് ഞാൻ പട്ടി വളർത്തുമായിരുന്നു. അല്ലെങ്കിൽ വരുന്ന സ്ട്രീറ്റ് ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ഒരു കോർപ്പറേഷൻ കേസൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. പിന്നെ എന്നെപ്പോലല്ല, ഇന്ത്യ മുഴുക്കും ലോകം മുഴുക്കും പട്ടികൾ വളർത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റ പണി ചെയ്താൽ മതി. അതോറിറ്റീസിൻ്റെ അടുത്ത് ഞാൻ പോയി നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുത്തതാണ്. എല്ലാ ആളുകളും ഇപ്പോൾ ചവറെടുക്കുന്നതിന് നമ്മൾ ഇത്ര പൈസ കൊടുക്കുന്നുണ്ടല്ലേ എന്ന് പറയുന്ന ഒരു മാസം ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പട്ടിയെ മുഴുക്ക സംരക്ഷിക്കാൻ പറ്റും. ഈ പട്ടിയെ സംരക്ഷിക്കാൻ അറിയാവുന്ന ധാരാളം ആളുകൾ. അങ്ങനെ അവർക്ക് ജോലി കിട്ടും. ഇവരുടെ ശല്യങ്ങളൊക്കെ സ്ട്രീറ്റിൽ നിന്നുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കാം. ആവശ്യമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പുറംപോക്കുണ്ട്. ആ പുറംപോക്കിലൊരു നല്ലൊരു ബിൽഡിങ്സോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്താൽ തന്നെയല്ല നമുക്കിവിടെ പട്ടികൾക്ക് ഒരു സർജറിക്കും അതിനുവേണ്ടി നല്ലൊരു സ്റ്റാർ ഹോട്ടൽ പോലുള്ള സ്റ്റാർ ഹോസ്പിറ്റൽ പോലുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് ഇതിനൊന്നും സ്ട്രീറ്റിൽ വിടാൻ പാടില്ല? ഇവരെ സംരക്ഷിക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് വലിയ ചിലവ് വരുന്ന ഒരു മാസം ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ ഏകദേശം ഒരു 10-15-20 ലക്ഷത്തോളം ആളുകളുണ്ട്. അപ്പോൾ എത്ര ലക്ഷം രൂപ കിട്ടും അവർക്ക്? ഫുഡെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഫുഡ് കൊടുത്താൽ മാത്രം മതിയാവും. അവർ വലിയ അനുസരണയുള്ളവരാണ്, അവരങ്ങോട്ട് പോയി കഴിക്കത്തില്ല. ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഇത് മറ്റ് രോഗങ്ങൾ ഇവരിൽ നിന്നുണ്ടാവാം, മനുഷ്യരിൽ നിന്ന് തിരിച്ചുണ്ടാവും. കാരണം ഇതെല്ലാം ആനിമൽസ് അല്ലേ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും എൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിസ്റ്റിക് മെഡിസിനാണ്. അപ്പോൾ ഹോളിസ്റ്റിക് മെഡിസിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പല വൈദ്യശാസ്ത്രം ഉപയോഗിച്ചിട്ട് മേജർ സർജറികളോ അത്യാവശ്യ ആക്സിഡൻ്റ് സർജറികൾ ഒഴിച്ച് ബാക്കി ചില സർജിക്കൽ ഡിസീസ് വരെ അതുകൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റ്, പിന്നെ ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോഗ്രാം വഴി എങ്ങനെ. അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ മെഡിസിൻ ആൻഡ് സർജറി എന്ന് പറയും. അത് മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ. അത് ഡെവലപ്പ് കൺട്രീസിലാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇതേപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നു.